ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എനിവൺ ക്യാൻ സ്റ്റിച്ച്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ബേസിക് ബോഡീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ബേസിക് ബോഡീസ് വിത്തൗട്ട് ഡാർട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബേസിക് ബോഡീസ് വിത്തൗട്ട് ഡാർട്ടിൻ്റെ പാറ്റേൺ ആണ് എടുത്തിരിക്കുന്നത്, ഫ്രണ്ടും ബാക്കും. ഇതിനെ ഓൾട്ടർ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഡ്രസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കിത് ഓൾട്ടർ ചെയ്തിട്ട് ഒരു ചുരിദാറിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് പാറ്റേൺ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് പാറ്റേൺ ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് പാറ്റേൺ ഉണ്ടാക്കുന്ന വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, പക്ഷേ എന്നാലും അതാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് ചെറിയ ഓൾട്രേഷൻസ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എങ്ങനെയാണ് പാറ്റേൺ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളുടെ സൈസിൽ നിങ്ങൾ പാറ്റേൺ ഉണ്ടാക്കുക. അതിനുശേഷം അത് എങ്ങനെയാണ് നമ്മൾ ഡ്രസ്സിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഡാർട്ടില്ലാത്ത പാറ്റേൺ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ലോപ്പ് ഇങ്ങോട്ട് കാണുന്നുണ്ട്. കാരണം ഇത് കറക്റ്റായിട്ടുള്ള ബോഡിയുടെ മെഷർമെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തയ്ക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എനിക്ക് എപ്പോഴും കുറച്ച് ഇഷ്ടം ഇത് സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം ചെയ്യുന്നതാണ്. കാരണം അല്ലെങ്കിൽ ഡ്രസ്സ് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിക്കെടുക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഫസ്റ്റ്, നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര മാറ്റണം എന്നുള്ളത്, ഞാൻ ഇതിങ്ങനെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ട് ചുരിദാർ തയ്ക്കുമ്പോൾ ജസ്റ്റ് ഞാനിത് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഈ ലൈൻ ആക്കിയിട്ട് ഞാൻ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആക്കി കൊടുത്തു. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്, നിങ്ങൾക്കത് വേണമെന്നുള്ളത്. ഇങ്ങനെ തയ്ച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഷോൾഡർ കുറച്ച് ഇങ്ങോട്ടായിട്ട് നീങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അത് കാരണം എനിക്ക് ചുരിദാർ തയ്ക്കുമ്പോൾ ഇങ്ങനെ ആക്കാനാണ് താല്പര്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ആദ്യം നമ്മൾ 5 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ചെയ്യുന്നതോടുകൂടി 4 സെൻറ്റിമീറ്ററിലേക്ക് ആയിട്ടുണ്ട്. 4നേക്കാളും കുറച്ച് കൂടുതൽ ഞാൻ 4ലേക്ക് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, 4 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഇത് തന്നെ നമുക്കിവിടെയും കറക്റ്റ് ചെയ്യാം. ഇവിടെയും നമ്മൾ 4 സെൻറ്റിമീറ്റർ കൊടുത്തിട്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇങ്ങോട്ടേക്ക് സ്ലീവ്ലെസ് ആണെങ്കിൽ അത് വേറെയാണ്, അത് നമുക്ക് വേറെ പാറ്റേണിൽ നോക്കാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറയ്ക്കുക. ഇത് ഞാനൊന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, സ്ട്രെയിറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ഡ്രസ്സിൻ്റെ ഇത് ഇങ്ങോട്ട് നീങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്ട്രെയിറ്റ് ആക്കി കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ വരുന്നത്. ഞാൻ ജസ്റ്റ് ആ ലൈൻ മാറ്റി കളയുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുള്ള ലൈനിലേക്ക് മാറ്റുവാണ്, കാരണം തെറ്റുണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത ലൈനിലേക്ക് എടുത്തിട്ടുണ്ട്. മാറ്റണമെന്നില്ല, നിങ്ങൾ കറക്റ്റായിട്ട് ആ സമയത്ത് വെട്ടിയെടുത്താൽ മതി. പക്ഷേ തെറ്റുണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്രയാണ് നമ്മുടെ കുർത്തിയുടെ ഡിസൈഡ് ലെങ്ത്ത് വേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ എനിക്ക് വേണ്ടത് വേസ്റ്റിൽ നിന്ന് എത്ര താഴോട്ട് വേണമെന്നുള്ളത് 70 സെൻറ്റിമീറ്ററാണ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുരിദാറിൻ്റെ ലെങ്ത്ത് എത്ര വരെ വേണമെന്നുള്ളത് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് മെഷർ ചെയ്യാം. അവിടെ നിന്ന് താഴോട്ട് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത്, ഇപ്പോൾ 70 ആണെങ്കിൽ 70, 80 ആണെങ്കിൽ 80, ഡിസൈഡ് ലെങ്ത്ത് എത്രയാണോ എന്നുള്ളത് മെഷർ ചെയ്യുക. അതിനുശേഷം ആ ഫിഗർ നമ്മൾ എന്ത് ചെയ്യണം, ഈ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വരുന്നത് 70 ആണ്. അപ്പം ഞാൻ 70 മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ വേസ്റ്റ് ലൈനിൽ നിന്ന് 0 വെച്ചിട്ട് എൻ്റെ മെഷർമെൻ്റ് ആയിട്ടുള്ള 71 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. വേസ്റ്റ് ലൈനിൽ നിന്ന് എടുത്തു നമ്മൾ. ശേഷം എൻ്റെ 71 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തു. ഇതാണ് എൻ്റെ ചുരിദാറിൻ്റെ ഡിസൈഡ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണോ നിങ്ങളുടെ ഡിസൈഡ് ലെങ്ത്ത് അതുവരെ വെച്ചതിന് ശേഷം മാർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ഡിസൈഡ് ലെങ്ത്ത് 71 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എത്രയാണെന്നുള്ളത് നോക്കുക. അത് വേസ്റ്റ് ലൈനിൻ്റെ അവിടെ നിന്ന്
എത്രയാണെന്നുള്ളത് നോക്കി അത് മാർക്ക് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഡിസൈഡ് ലെങ്ത്ത് വരച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പ് വന്നിട്ടുള്ളത് 22.4 ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡിസൈഡ് ലെങ്ത്തിൽ ഇവിടെയും 22.4 തന്നെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഫ്ലെയർ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ 22.4 കുറച്ചും കൂടെ നീക്കിയിട്ട് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഫ്ലെയർ വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്യാം. ഇപ്പം ഞാനൊരു 24 കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 22.4 ആണ്. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാൻ ജസ്റ്റ് 24 എടുക്കുന്നുണ്ട്. 24 25 നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ 24 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രണ്ടിലും അതിന് ബാക്കിലും അതിന് കൊടുക്കുക, ഫ്രണ്ടിലും 24 തന്നെ മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ പോയിന്റിൽ നിന്ന്, ഹിപ്പിൻ്റെ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഡിസൈഡ് ലെങ്ത്തിലുള്ള പോയിന്റിലേക്ക് വരച്ചു കൊടുക്കുക. രണ്ട് സൈഡിലും ബാക്ക് സൈഡിൻ്റെ ഇതെല്ലാം വരച്ചു കൊടുക്കുക. ഈക്വലായിട്ട് വരയ്ക്കുക കേട്ടോ. മിനിമം നമ്മൾ ഇവിടുത്തെ ഹിപ്പിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ടുണ്ടാവണം താഴോട്ട്, ഇല്ലെങ്കിൽ ഭംഗി വരില്ല. ഡ്രസ്സിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് കുർത്തിക്ക് നമ്മൾ മിനിമം അതേ സ്ട്രൈറ്റ് കൊടുക്കാം. ഇനി അതല്ല ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നീക്കിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത്, ഇനിയിപ്പോൾ കുറച്ചും കൂടെ അധികം കൊടുക്കണം എന്നുള്ളവർക്ക് അത്രയും കൊടുക്കാം. ചുരിദാറിൻ്റെ പാറ്റേൺ ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ നെക്ക് ഈ സമയത്ത് വേറെ ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, നെക്കിൻ്റെ റെഫറൻസ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു നെക്കേ കൊടുത്തിട്ടുള്ളൂ. നമുക്കിനി ചെയ്യാനുള്ളത് ഫേസിങ് എന്ന് പറയും. ഫേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നെക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മടക്കി അടിക്കാറുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ലൈനിങ് ഒന്നും ഇല്ലാതെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഡ്രസ്സാണെങ്കിൽ ലൈനിങ് ആണെങ്കിൽ നമ്മൾ മറച്ചിട്ടടിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ എപ്പോഴും ഇതുപോലെ ഫേസിങ് വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഫേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ നെക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലോട്ടാക്കി അടിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഫേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേപ്പർ കറക്റ്റായിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇതിൽ വയ്ക്കുക, ഇതുപോലെ. ഓക്കെ, ഇതിങ്ങനെ വയ്ക്കുക. അതിനുശേഷം നമുക്കിത് മാർക്ക് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വേറൊരു പേപ്പറിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതും ഒരു 2 സെൻറ്റിമീറ്റർ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. 2 സെൻറ്റിമീറ്റർ or 3 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്കൊരു 3 സെൻറ്റിമീറ്റർ എടുക്കാം ഫേസിങ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഭാഗം എടുത്തു കറക്റ്റായിട്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ചെയ്യാം. റെഫറൻസിന് വേണ്ടി തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കത് വരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് ഫേസിങ്. ഇതിപ്പോൾ നമ്മൾ ബാക്കിൻ്റെ ഫേസിങ് ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ നെക്കിൻ്റെ പോർഷനാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് 1 സെൻറ്റിമീറ്റർ സീം അലവൻസ് കൊടുക്കണം. ഇവിടെയും അവിടെ 1 സെൻറ്റിമീറ്റർ, താഴെ നമ്മൾ 1 സെൻറ്റിമീറ്റർ സീം അലവൻസ് വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ബാക്ക് പോർഷനാണ് ചെയ്തത്. നമുക്ക് ഫ്രണ്ടും ചെയ്യാം. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് മാർക്ക് ചെയ്തെടുക്കാം. ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അതേ 3 സെൻറ്റിമീറ്റർ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. ഉണ്ടോ? അപ്പം ഇതും സെയിം തന്നെ. ഇവിടെ 1 സെൻറ്റിമീറ്റർ സീം അലവൻസ് വേണം. ഇവിടെ 1 സെൻറ്റിമീറ്റർ
ഇവിടെ 1 സെൻറ്റിമീറ്റർ തന്നെ സീം അലവൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇത് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സീം അലവൻസ് ഇപ്പോൾ തന്നെ കൊടുത്തിട്ട് സേവ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ഇതിൽ അല്ല വേറെ നെക്കാണ് നിങ്ങൾക്ക് താല്പര്യം, പല പല നെക്ക് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് വെട്ടിയെടുത്താൽ മതി. ഞാനിവിടെ സീം അലവൻസും കൂടി ഇട്ടിട്ട് കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പേപ്പറിൽ തന്നെ ചെയ്ത് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പേപ്പർ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിത് എങ്ങനെയാണ് ഫാബ്രിക്കിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ബേസിക് പാറ്റേണിൽ നിന്ന് നമ്മളൊരു സിമ്പിൾ കുർത്തിയുടെ പാറ്റേൺ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.